നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സുരക്ഷിതനാണെന്ന് മുംബൈയിലെ ഇറാനിയൻ കോൺസുൽ ജനറൽ സയ്യിദ് റസ മുസായബ് മുത്ലഖ് രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഖമേനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ല, ഉപരോധ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുമായി ഇറാൻ സഹകരണം തുടരുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാൻ ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്നുവെന്ന് ചിത്രീകരിക്കുവാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഒരു പരിധിവരെ സുരക്ഷാ സേന പ്രതിഷേധക്കാരുടെ സംയമനം പാലിച്ചു. എന്നാൽ ഇറാന് പുറത്തുള്ള നേതാക്കളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെ ഭീകരവാദ ഘടകങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊതുമുതലിനും പൗരന്മാരുടെ സ്വത്തുക്കൾക്കും നാശമുണ്ടായി. ചെറുതും വലുതുമായ നഗരങ്ങളിൽ സംഘർഷമുണ്ടായി. നിർഭാഗ്യവശാൽ 3117 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 2427 പേർ സാധാരണക്കാരും സുരക്ഷാ സേനാംഗങ്ങളുമാണ്. 690 ഭീകരവാദികളും കൊല്ലപ്പെട്ടുവെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പരിശീലനം ലഭിച്ചവരോ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ ആണെന്നും സയ്യിദ് റസ അഭിമുഖത്തിനിടെ അവകാശപ്പെട്ടു. ഏതെങ്കിലും ശക്തി ഇറാനെതിരെ ആക്രമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കുവാൻ പൂർണ്ണമായും തയ്യാറാണ്. പൂർണ്ണ ശക്തിയോടെ അത് ചെയ്യും. ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ആക്രമണത്തെയും ചെറുക്കുവാനുള്ള ശക്തി ഇറാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെതിരെ 12 ദിനം നീണ്ട യുദ്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. ഒരു വിദേശ ശക്തികളെയും ഇറാന് പേടിയില്ല. ചിലർ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നു. മറ്റേതൊരു രാജ്യത്തെയും പോലെ നേതാവിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംരക്ഷണം ഒരുക്കുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം ബങ്കറിലോ അഭയ കേന്ദ്രങ്ങളിലോ ഒളിച്ചിരിക്കുകയാണെന്ന് ആരും കരുതരുതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് US സൈന്യം നീങ്ങുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഏത് വിധേനയുമുള്ള ആക്രമണം പൂർണ്ണ യുദ്ധമായി കണക്കാക്കുമെന്നും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്നുമാണ് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഭരണാധികാരിയായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. കോമാളിയായി അമേരിക്കയെ മൊത്തത്തിൽ നാണം കെടുത്തിയ ട്രംപ് വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുവാൻ നിർദ്ദേശം നൽകിയതിലൂടെയും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതിലൂടെയുമാണ് ഇപ്പോൾ അപകടകാരിയായി മാറിയത്. അമേരിക്കയെ പോലുള്ള ഒരു സാമ്പത്തിക സൈനിക ശക്തിയിൽ നിന്നും ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടികളാണിത്. ആ ട്രംപാണ് ഇപ്പോൾ ഇറാനെ പേടിപ്പിക്കാനായും ലോകത്തെ മുൾമുനയിൽ നിർത്തുവാനുമായി കപ്പൽപ്പട മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും ശക്തമായ നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയറാണ് USS എബ്രഹാം ലിങ്കൺ. അതായത് കടലിലൂടെ ഒഴുകിവരുന്ന സൈനിക പടയാണിത്. ഈ യുദ്ധക്കപ്പലിനെ ആക്രമിച്ചാൽ അത് അമേരിക്കയിൽ ബോംബിടുന്നതിന് തുല്യമാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ആസ്ഥാനമാക്കി ഒരു വലിയ ആക്രമണമാണ് ട്രംപ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് USS എബ്രഹാം ലിങ്കൺ ഇറാന് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത്. തങ്ങളുടെ സന്നാഹം കണ്ട് ഇറാൻ പേടിച്ചു വിരളുമെന്ന് വിശ്വസിച്ച അമേരിക്ക പ്രസിഡന്റ് ട്രംപിനാണ് ഇപ്പോൾ പിഴച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഏതൊരു ആക്രമണം ഉണ്ടായാലും USS എബ്രഹാം ലിങ്കൺ മാത്രമല്ല സകല അമേരിക്കൻ താവളങ്ങളും ചാരമാക്കാനാണ് ഇറാന്റെ പദ്ധതി. ഇതിനായി അവർ സകല സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതായാണ് ഇറാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടുവാനും ഇറാൻ മടിക്കില്ലെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇതും സംഭവിക്കും, ഇതിലപ്പുറം സംഭവിക്കുമെന്നാണ് ഇറാൻ സേനയും പ്രോക്സി ഗ്രൂപ്പുകളും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഇറാന്റെ ലക്ഷ്യം USS എബ്രഹാം ലിങ്കൺ തന്നെയായിരിക്കും. ഈ യുദ്ധക്കപ്പൽ ഇറാൻ കപ്പലിൽ മുക്കിയാൽ അതിനകത്തുള്ള ആയിരക്കണക്കിന് സൈനികരും കൊല്ലപ്പെടും. യുദ്ധവിമാനങ്ങളും കടലിൽ താഴും. ഖത്തറിലെയും ബഹറിലെയും അമേരിക്കൻ താവളങ്ങളും ചാരമാകും. ചീവീടുകളെ പോലെ പറന്നു വന്ന് ആക്രമിക്കുന്ന ആധുനിക ഡ്രോണുകൾ മുതൽ വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകൾ വരെയുള്ള ഇറാൻ തിരിച്ചടിക്കുവാൻ തീരുമാനിച്ചാൽ അമേരിക്ക കെട്ടിപ്പൊക്കിയ സകല ഇമേജും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും. ഈ ഒരു അവസരത്തിനായാണ് ഇറാനും നിലവിൽ കാത്തിരിക്കുന്നത്. ലോകം ആഗ്രഹിക്കുന്നതും അമേരിക്കയുടെ വീഴ്ച തന്നെയാണ്. റഷ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സമ്മർദ്ദഫലമായി പിന്നോട്ട് വരുന്ന ട്രംപ് പെട്ടെന്നാണ് നിലപാട് മാറ്റി വിമാനവാഹിനി കപ്പലിനെ ഇറാൻ ലക്ഷ്യമിട്ട് അയച്ചിരിക്കുന്നത്. ഈ യുദ്ധക്കപ്പൽ നേരത്തെ ദക്ഷിണ ചൈന കടലിലാണ് അമേരിക്ക വിന്യസിച്ചിരുന്നത്. എന്നാൽ സാഹചര്യം കണക്കിലെടുത്ത് പെന്റഗൺ തങ്ങളുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇറാനോട് അടുത്ത് വിന്യസിക്കുവാൻ തീരുമാനിച്ചത് ട്രംപിന്റെ സമ്മർദ്ദഫലമായിട്ടാണ്. ഒരു ഇടത്തരം സൈന്യത്തിന് തുല്യമായ ഫയർ പവർ ഈ ഗ്രൂപ്പിന് മാത്രമാണെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇത് USS എബ്രഹാം ലിങ്കന്റെ ഫ്ലാഗ്ഷിപ്പാണ്. ഇതൊരു കപ്പൽ മാത്രമല്ല, ഒരു മൊബൈൽ എയർബേസും കമാൻഡ് സെന്ററും കൂടിയാണ്. കാരിയർ കൂടാതെ ഈ ഗ്രൂപ്പിൽ 3 മുതൽ 4 വരെ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, 1 മുതൽ 2 വരെ ആണവ ആക്രമണ അന്തർവാഹിനികൾ, വിതരണ ഇന്ധന പിന്തുണ കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഈ ഗ്രൂപ്പിന് മാസങ്ങളോളം കടലിൽ താമസിച്ച് പോരാടാനാകും. ഏകദേശം 1 ലക്ഷം ടൺ ഭാരമുള്ള USS എബ്രഹാം ലിങ്കൺ ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇതിന് കുറഞ്ഞ തോതിലുള്ള ഇന്ധനം നിറയ്ക്കുവാൻ മാത്രമേ ആവശ്യമായി വരൂ. ഈ വിമാനവാഹിനി കപ്പലിൽ മാത്രം ഏകദേശം 5000 മുതൽ 6000 വരെ സൈനികരെയും വ്യോമസേനയും വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം മുഴുവൻ ആക്രമണ ഗ്രൂപ്പിലും കൂടി ഈ എണ്ണം 7000 മുതൽ 8000 വരെ ഉണ്ടാകും.
ഈ സൂപ്പർ കാരിയറിൽ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതിൽ ഏകദേശം 65 മുതൽ 70 വരെ യുദ്ധവിമാനങ്ങളും പിന്തുണാ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ FA-18EF സൂപ്പർ ഹോണറ്റ്, അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ F-35C ലൈറ്റ്നിംഗ് II, EA-18G ഡ്രൗളർ, E-2D ഹോക്കി ഐ, MH-60 സീഹോക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ വിമാനങ്ങൾക്ക് രാവും പകലും പറക്കാനും ആക്രമണം, നിരീക്ഷണം, പ്രതിരോധം എന്നീ 3 ജോലികളും ചെയ്യുവാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളതാണ്. ഡിസ്ട്രോയറുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുവാൻ കഴിയുന്ന 100 കണക്കിന് ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. ഒരു കണക്കനുസരിച്ച് മുഴുവൻ ഗ്രൂപ്പിലും ഒരേ സമയം 500 മുതൽ 1000 വരെ ടോമോഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കുവാൻ കഴിയും. ഇതിനു പുറമെ വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും മിസൈലുകൾ, സ്മാർട്ട് ബോംബുകൾ, നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അതിനെ അഭേദ്യമാക്കുകയും തുളച്ചു കയറുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ ഈ ഗ്രൂപ്പിന് ഇറാന്റെ വ്യോമത്താവളങ്ങൾ, മിസൈൽ താവളങ്ങൾ, നാവിക താവളങ്ങൾ, തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നാണ് അമേരിക്കൻ സൈനിക നേതൃത്വം അവകാശപ്പെടുന്നത്. എന്നാൽ ഈ മരക്കൊട്ടകളെല്ലാം പൊളിച്ച് ഇറാൻ സേന താണ്ഡവ നൃത്തമാടുന്ന കാഴ്ചയാണ് ലോകം ഇനി കാണാൻ പോകുന്നതെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം പറയുന്നത്. പ്രതിരോധ വിദഗ്ധരും ഇറാന്റെ ഈ വാദത്തെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിനവരെ പ്രേരിപ്പിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരം തന്നെയാണ്. മാത്രമല്ല, റഷ്യയ്ക്ക് അവരെ വിതരണം ചെയ്യുന്ന രൂപത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രോണുകളുടെ ശേഖരമുള്ളതും ഇറാനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചീവീടുകളെ പോലെ കൂട്ടമായി ആയിരക്കണക്കിന് ഡ്രോണുകൾ താഴ്ന്നു പറന്നുവന്ന് ആക്രമിച്ചാൽ അമേരിക്കൻ അഭിമാനമാണ് കടലിൽ മുങ്ങിപ്പോവുക. ഇറാന്റെ മിസൈലുകളെ തടയാൻ ഇസ്രയേലിലെ അയൺ ഡോമിനും അമേരിക്കയുടെ താഡിനും കഴിയാത്തതിനാലാണ് ഇസ്രയേലിനുള്ളിൽ ഇറാന്റെ മിസൈൽ 6 മാസം മുൻപ് പതിച്ചത്. അതുപോലെ മുന്നറിയിപ്പ് എന്ന നിലയിൽ അതേ കാലയളവിൽ ഖത്തറിലെ അമേരിക്കൻ താവളത്തിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട പ്രതീകാത്മകമായ മിസൈൽ പോലും തടുത്തിടുവാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക വല്ലാതെ കളിച്ചാൽ USS എബ്രഹാം ലിങ്കൺ മാത്രമല്ല, അമേരിക്കയുടെ പലതും കത്തിച്ചാമ്പലാകുവാനാണ് സാധ്യത. ഇറാന്റെ പ്രോക്സി മിലിഷ്യകൾ ഇപ്പോഴും ലോകത്ത് പല ഭാഗത്തും ശക്തമാണ്. അവർ കരയിൽ മാത്രമല്ല കടലിലും സജീവമാണ്. ഗറില്ല മോഡൽ ആക്രമണം അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യം ഭയപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സ്വന്തം രാജ്യത്തിനും വിശ്വാസത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത് പോലും പുണ്യമായി കാണുന്ന ഇറാൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യമല്ല ശമ്പളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അമേരിക്കൻ സൈനികർക്കുള്ളത് എന്നതും നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ട്രംപ് വാശി പിടിക്കുമ്പോഴും ഇറാനുമായി യുദ്ധം ചെയ്യരുത് എന്ന് അമേരിക്കൻ സൈനിക ജനറൽമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഘർഷം നീണ്ടു നിൽക്കുന്നത് അമേരിക്കയ്ക്കും മേഖലയ്ക്കും വലിയ അപകടമുണ്ടാക്കുമെന്നാണ് അവർ ട്രംപിന് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്.